ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മളെ വീട്ടിൽ എപ്പോഴും കൊണ്ടുവരുന്ന ഒരു സാധനമാണ് കുഞ്ഞമത്തി. ചെറിയ മത്തി ഉണ്ടാവുമല്ലോ, അത് കിട്ടുമ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കതിൻ്റെ വീഡിയോയിലോട്ട് പോകാം. അതിന് തന്നെ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി, ചീനമുളക്, കറിവേപ്പില, തക്കാളി, ചെറിയ ഉള്ളി ഇവ നന്നായിട്ട് മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കുക. ഒന്നും കൂടി പറയാം, തക്കാളി, ചീനമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, കറിവേപ്പില നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിൽ ഇതേപോലെ ഒന്ന് അരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഏത് ചട്ടിയിലാണോ നമ്മൾ മീൻ റെഡിയാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ആ ചട്ടിയിലോട്ട് മുഴുവനായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൽ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു തുള്ളി മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്താൽ മതി. അത് രണ്ടും ഓപ്ഷനിലാണ്. നമ്മൾ കുറച്ചുകൂടി നമ്മുടെ മസാലയ്ക്ക് ഒരു ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തത്. മഞ്ഞൾപ്പൊടി ചേർത്താൽ ഒന്നും കൂടി ഒരു കളർ കാണാൻ ഭംഗിയുണ്ടാവും. മല്ലിപ്പൊടി ഓപ്ഷനിലാണ്. ഇനി നമ്മൾ ഇതിലോട്ട് നന്നായിട്ട് റെഡിയാക്കി വെച്ച പുളിവെള്ളം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇതൊന്നും പെടാതെ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ എല്ലാതും ഇതിൽ കറക്റ്റാണോ നോക്കിയിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കിയ കുഞ്ഞമത്തി ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ വളരെ ടേസ്റ്റാണ്. ഒരല്പം വെളിച്ചെണ്ണയും കൂടിയൊക്കെ മുകളിൽ ഒന്ന് തൂക്കിയതിന് ശേഷം നമ്മൾ കഴിച്ച് നോക്കുന്നുണ്ടെങ്കിൽ വളരെ അടിപൊളി റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിന് മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഈ രീതിയിൽ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ ചോറായാലും അപ്പായാലും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ കുട്ടികളാണെങ്കിലും കഴിച്ചു പോകും. നല്ല ടേസ്റ്റാണ്. നിങ്ങളിത് ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. നന്നായിട്ടത് കുഴച്ചതിന് ശേഷം ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കുക. പെട്ടെന്ന് വെന്ത് കിട്ടുന്ന സാധനമാണല്ലോ. അപ്പോൾ പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിന് കൂടെ ഒഴിച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് വെന്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം നമ്മളെ കറിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുക. വെള്ളം കുറച്ച് കഴിഞ്ഞാൽ നമുക്കിത് വറ്റിച്ചിട്ട് ആ രീതിയിൽ ഉപയോഗിക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ അല്പം കറിവേപ്പിലയും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ കറിവേപ്പില ജസ്റ്റ് ഒന്ന് ഇതിലൊന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിലൊന്ന് താത്തി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം ടേസ്റ്റ് ഉണ്ട് ഈ കറി. നമ്മൾ നിങ്ങൾ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.